ഹായ് ഓൾ, അസ്സാം വലൈക്കും. തൻഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇല്ല, രാവിലെ വന്നിന് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇല്ല രാവിലെ വന്നെങ്കിൽ പിന്നെ ഒരു എന്താ നല്ലൊരു സമാധാനം. ആ ഒരു ഉച്ചക്കത്തെ വീഡിയോ വൈകിട്ടത്തെ വീഡിയോ അതൊരു മജാന്നില്ല. എനിക്ക് രാവിലെ തന്നെ വരുന്നു. അപ്പോൾ അതൊരു വീഡിയോ ഒക്കെ ഒരു നല്ലൊരു പൽസാണ് നമുക്ക് രാവിലത്തെ ആ ഒരു വീഡിയോ കൊണ്ടുവരാൻ. അപ്പോൾ ചായ കുടിച്ചോണ്ട് നമ്മളെ കഥകളെല്ലാം പറയാം. ഫസ്റ്റ് തന്നെയല്ലേ ഇന്നലത്തെ വീഡിയോയിൽ ചിക്കൻ ഫ്രൈൻ്റെ കളർ കണ്ടിട്ട് ചോദിക്കുന്നുണ്ടായിനല്ലോ, അത്ര കളർ ഇടണ്ടാകുമ്പോൾ അവൾക്കെല്ലാം സുഖമില്ലാതല്ലേ, കളർ നല്ലതല്ല എന്ന് പറഞ്ഞാൽ കറക്റ്റ് തന്നെ. പക്ഷേ അല്ലേ അങ്ങനെ കളർ ഇടുന്നതല്ല, അത് ഞാൻ കളർ ഇടല്ല. നമ്മളെ പുരയിൽ യൂസ് ആക്കുമ്പോൾ നമ്മളെ കാശ്മീരി ചില്ലി പൗഡറില്ലേ അതിട്ടപ്പോൾ നല്ല ഡാർക്കാണ്. പിന്നെ നമ്മൾ ഈ സിനിമാറ്റിക്കിൻ്റെ വീഡിയോ അല്ലേ അതിൽ പിന്നെയും കളറായിട്ട് കാണുന്നത്. ഞാൻ പുരയിൽ യൂസ് ആക്കുമ്പോൾ നമ്മൾ കളറിൻ്റെ ആവശ്യമില്ലല്ലോ. അതല്ല നമ്മൾ കാശ്മീരി ചില്ലിക്ക് നല്ല കളറുണ്ട്. ഞാൻ ഈ അച്ചാർ എല്ലാവർക്കും കൊടുക്കുമ്പോൾ ചോദിക്കലുണ്ട്, നീ കളർ ഉണ്ടാകുന്നത് ഇടലില്ല കളർ. പക്ഷെ കാശ്മീരി ഇട്ടെങ്കിലേ നല്ല റെഡ് കളറായിട്ട് വരുന്നു. അപ്പോൾ ഒരു പറയുന്നുണ്ട് അനിയനെ കണ്ടിന് ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ നീ ഉണ്ടാകുന്ന വന്നിട്ട് അനിയൻ്റെ കുറച്ച് ഇപ്പുറത്തുണ്ടേ അപ്പുറം ഇപ്പുറമായിട്ട്. പിന്നെ കുറേ ആൾ അടിപൊളി വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടായി. താങ്ക് യു. പിന്നെ ചെറുതുണ്ടായി ഭയങ്കര ബമ്പത്തിക്കുക. നീ ബമ്പത്തിക്കുന്നില്ലെങ്കിൽ ബമ്പ് എന്നാ അല്ല എന്ത് കഥ ബമ്പെന്നില്ലപ്പാ ഉള്ള ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്ന അത്ര ഉണ്ടല്ലേ. അതിലെന്ത് ബമ്പത്തിയെ അറിയാലോ, ബമ്പാന്ന് എന്ത് സംഭവം എന്നറിയില്ല. 5 ദിവസമായി എന്തെങ്കിലും ചോദിക്കുന്നുണ്ടായി. അതൊരു ദിവസം മുമ്പ് അഡ്മിറ്റ് ആയത്. പിന്നെ കുഞ്ഞുക്ക് മഞ്ഞ അങ്ങനെ ഇട്ട് 2-3 ദിവസം അങ്ങനെയായിട്ട് ടോട്ടൽ 5 ദിവസമായിട്ടുണ്ടായി. പറഞ്ഞാൽ ഏത് ഹോസ്പിറ്റലിൽ ചോദിക്കുന്നുണ്ടായി, വിൻടച്ചിലാന്ന് പറഞ്ഞാൽ വിൻടച്ചിലുണ്ടായത്. നിങ്ങൾക്ക് എത്ര മക്കളെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഞങ്ങൾക്ക് എത്ര മക്കളെന്ന്, ഞങ്ങൾക്ക് എത്ര മക്കളെന്നാ. ഞങ്ങൾക്ക് 4 മക്കൾ, 2 ആണ് 2 പെണ്ണ്. ഞങ്ങൾ 6 ആൾ, ടോട്ടൽ എത്രയാണ്? 7 ആളല്ലേ, 6 പെണ്ണും 1 ആണും. ഇപ്പോൾ ഒരു മച്ചും ചെയ്യാം 8 ആയി ടോട്ടൽ. മാഷാ അല്ലാ. കുഞ്ഞെന്തെങ്കിലും ചോദിക്കണ്ടായി ഞാൻ പറഞ്ഞാലോ ആണോ കുഞ്ഞി. പിന്നെ നോർമൽ അൽഹംദുലില്ലാ. പിന്നെ എന്താ ചോദിക്കുന്നുണ്ടായി, ആരോ ചോദിക്കുന്നുണ്ടായി ബലൂണ് തൂക്കിയത് ബേബി ഗേൾ ഉണ്ടല്ലോ എന്ന്. അത് നമ്മളതല്ല, അത് അപ്പുറത്തോ ഞങ്ങളില്ലേ ഈ ഡോക്ടർ ചെക്കാക്കാനോ ഇന്നലെ വരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഏട്ടത്തി എല്ലാം അപ്പുറത്തെ റൂമിലെല്ലാം പോയിട്ട് പരിചയമാക്കിയിട്ട് വന്ന് നല്ല മത്സ്യമുണ്ടായി അറിഞ്ഞാൽ. അപ്പുറത്തെ ഒരു നൈബറാണ് കയറ്റ്. അപ്പോൾ വിശം പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ തന്നാസ് കിച്ചണല്ലേ എന്ന് കുറേ ആൾ ചോദിച്ചിട്ട് അങ്ങ് ഒരു 3-4 ആൾ ചോദിച്ചിട്ടറിഞ്ഞാൽ. വീഡിയോ കാണലുണ്ട് നിലയുണ്ട് അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് കുറേ ആൾ വന്നിട്ടറിഞ്ഞാൽ. മാഷാ അല്ലാ. അതൊക്കെ ഒരു കേൾക്കുമ്പോൾ ഒരു സുഖം. അപ്പോൾ അതാണ് റിപ്ലൈ എല്ലാം ആയതിനു ശേഷം ഞാനിതാ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. കാട്ടിൻ്റെ ഉള്ളിലുള്ളൊരു കഥയൊന്നും നോക്കണ്ട, ഇത് ഭയങ്കരത്തിൻ്റെ ആളാന്ന് പറഞ്ഞാൽ ഈ ഉണ്ണിയെല്ലാം ഉണ്ടാകുന്നില്ലേ പുള്ളറയിലും വലിയ ആളിലെല്ലാം, അതിനെ തുരുത്താൻ പറ്റിയൊരു ഐറ്റമായിട്ട് ഞാൻ നിങ്ങൾക്ക് വന്നിന്. എൻ്റെ വാപ്പിളുടെ കുറച്ച് ഉണ്ണി ഉണ്ടായി. അങ്ങനെ അത് ഇതിട്ടിട്ടില്ലേ പോയതിന് ശേഷം ക്ലിയറായിട്ട് നമ്മൾ യൂസ് ആക്കിയിട്ട് ക്ലിയർ ആയതിനു ശേഷം നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഈ സംഭവം കാട്ടിലെല്ലാം ഒരു പേരെനിക്ക് ശരിക്കും അറിയില്ല എന്തെന്ന്. അപ്പോൾ ഇതെല്ലാം നോക്ക്. അതിൻ്റെ ഇടയിൽ ഞങ്ങളെ ഗ്രൗണ്ടിൻ്റെ ഒരു മനോഹാരിത നോക്ക്. ഈ ഗ്രൗണ്ടിൽ എത്രയോ ആൾക്കാർ ഡ്രൈവിങ് പഠിച്ചെന്നറിയാം. ഞാനടക്കം കുറേ ആൾക്കാർ പഠിച്ചിന്. ഗ്രൗണ്ടിനെ കുറിച്ച് പറയുന്നത് കുറേ ഉണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. എന്തോ ഒരു പൽസന്നാടാൻ വൈകിട്ട് നേരത്തെ കളിക്കുമ്പോഴല്ലോ. അപ്പോൾ അതാണ് നിൽക്കട്ടെ. അപ്പോൾ നമ്മളെ ഈ ഉണ്ണീനെ തുരുത്താനുള്ളൊരു വഴി എന്താ പറയുക, ഈ പാലം എന്തോ ഇനി ചെല്ലുന്നില്ല, എനിക്കറിയില്ല. നേരെ അറിയുന്നവർ കമൻ്റ് ആക്കാം അതിൻ്റെ സംഭവം ഈ പേരെന്തെന്ന്. ഈ ചപ്പലയില്ലേ നമ്മൾ ഉണ്ണിൻ്റെ ഉള്ളത്തേക്ക് ഇങ്ങനെ വെക്കണേ കറുത്ത ഒരു പൂവാതൊരു ഉണ്ണി ഉണ്ടാകുന്നില്ലേ, അതിലേക്ക് ഇത് വെച്ചെങ്കിലേ ഒരു 3-4 ഓട്ടം വെക്കണോ. വെക്കുന്ന ഏകദേശം നമ്മൾ അങ്ങനെ വെച്ചിട്ട് അളക്കിയും കയറി 10 മിനിറ്റ് 15 മിനിറ്റ് അവിടെ നിൽക്കും. ഇതൊരു 3-4 ദിവസം കണ്ടിന്യൂ ആയിട്ട് ചെയ്തെങ്കിൽ ഇതാ അപ്പുറത്തൊരു കല കാണുന്ന വലിയൊരു ഉണ്ണി ഉണ്ടായാൽ അത് വെച്ചതിന് ശേഷം അളിയിട്ട് പോയത്. അപ്പൊക്കാന്ന് മക്കളെ പുറത്ത് അടിപൊളി മഴ വന്നത്. മഴ വന്ന ഞങ്ങൾക്ക് മാപ്പിൾക്ക് 2 ആൾക്ക് വരാൻ പറഞ്ഞു. പോയി ഉണ്ടെങ്കിൽ ഞാൻ എന്ത്
എന്ത് പണിയിലുണ്ടെങ്കിൽ ഉപ്പാഞ്ഞോണ്ടെന്ന് ഒരിക്കൽ നോക്കും. പിന്നെ ഇതിപ്പോൾ നമ്മളെ ഈ കൊല്ലത്ത് മഴ തീരാനായില്ലേ, ഇത് കണ്ടത്ര കണ്ടേനി. പിന്നെ ചൂടും വെയിലും സംഭവങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതെന്താ പറയുക, ഇടിയപ്പത്തിനെ കുറിച്ചിട്ട് കുറേ ആളെന്നോട് ചോദിച്ചിന്. അപ്പോൾ ഇതാണ് സംഭവം. ഇതൊരു വേറൊരു സ്റ്റൈൽ. നമ്മളത് മറ്റേത് കാറ് ബസ്സാണെങ്കിൽ ഇങ്ങനെ തിരിക്കണ്ടേ, ഇത് തിരിക്കാനൊന്നുമില്ല. ഒന്ന് നേരെ പൊക്ക നേരെ തത്ത, നേരെ പൊക്ക നേരെ തത്ത, എളുപ്പമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് കുറേ ആൾ ചോദിക്കുന്നുണ്ട് ഏടുന്ന് മേങ്ങുന്ന കുമ്പളേന്നാ, അതിന് റേറ്റ് 2500 കൊടുത്തിന്. എളുപ്പമാണ്. മറ്റേത് ഇങ്ങനെ കറങ്ങി തിരിക്കണ്ടേ, ഇത് അങ്ങനത്തെ ഒന്നും പണിയില്ല. ഒരു പൊക്കലൊരു തത്തല് എളുപ്പമുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും മേങ്ങുന്നെങ്കിൽ മേങ്ങിക്കുക കുമ്പളേന്ന്. ഓക്കെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കുറേ വൈകുന്നേരം നല്ല ഇങ്ങനെ മഴ വരുന്നുണ്ട്. ഇന്ന് ഫുൾ ടൈം മഴ തന്നെ വന്നത്. അപ്പോൾ മക്രോണി കൊടുത്തിട്ട് കുറേ ദിവസമായില്ലെങ്കിൽ നമുക്ക് ഓർഡറും കാര്യങ്ങളും ഉണ്ടാവും. അതിൻ്റെ തന്നെ പണിയാണ്. പിന്നെ എന്തെങ്കിലും ഈ ബെൻത്ത് ചേരി തട്ടിക്കൂട്ടിയിട്ട് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടാക്കിയിട്ട് കഴിക്കുന്നത്. പിന്നെ ഇത് എടുക്കാനും വെക്കാനും ഒന്നും ടൈമില്ല. അപ്പോൾ ഇന്ന് ഞാൻ എന്താക്കി, ഓർഡർ ഒന്നും ഉണ്ടായിരുന്നു, ഫ്രീ ടൈമായി പറഞ്ഞാൽ. അങ്ങനെ മക്രോണി ഉണ്ടാക്കാല്ലേ, നല്ല സ്പൈസി മക്രോണി ഉണ്ടാക്കിന്. ഇത് നമ്മളെ നാടൻ മക്രോണി പോലത്തെ ആ ഒരു സ്റ്റൈലാക്കിയ. പിന്നെ നമ്മൾ ചൈനീസ് സ്റ്റൈലിലും മക്രോണി ഉണ്ടാക്കുന്ന പറഞ്ഞാൽ എപ്പെങ്കിലും ഫ്രീ ആയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഇത് കാണിച്ചു തരാം. മക്രോണിൻ്റെ റെസിപ്പി ചൈനീസിൻ്റെ. ഇത് പിന്നെ നാടൻ ഓയിൽ വെച്ചതിന് ശേഷം കറിവേപ്പിട്ട്, ഉള്ളി, തക്കാളി, പച്ചമുളക്, പിന്നെ മഞ്ഞൾ, ചിക്കൻ മസാല, ഗരം മസാല, എല്ലാ കയ്യിലുള്ള മസാലയും ഇടാം. അതിന് ശേഷം ഇല്ലേ ഈ മഞ്ഞൾ ഉപ്പിട്ടിട്ട് വേവിച്ച മക്രോണിയില്ലേ അതിനെ മിക്സാക്കുക. ചിലർക്ക് ഇടയിൽ ചിക്കൻ ഇട്ട് കൊടുക്കണം. ചിക്കൻ ഇട്ടിട്ട് മല്ലിച്ചപ്പ് ഇട്ടിട്ട് നല്ല വാങ്ങല മസാല ആക്കിയാൽ ഒരിത്തിരി സോയാ സോസും ഒരിത്തിരി കെച്ചപ്പ് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. അതിന് ചൂട് കട്ടൻ ചായയും മക്രോണിയും കൂട്ടിയിട്ട് ഞാനും മക്കളെല്ലാവരും കുടിച്ചു. അപ്പം അത് നോക്കിയാൽ ഒരു പീസ് ബാക്കി പോയിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടും മറിച്ചിട്ടും കളിക്കുന്നല്ലാണ്ടില്ലേ, കഴിക്കുന്ന വിഷയമില്ലേ അതിന്. ഇതൊന്ന് ലാസ്റ്റ് കിടന്നത് ഇങ്ങനത്തെ ഒന്നായെന്ന് ഞങ്ങൾ ഇങ്ങനെ പറയുന്നത്. എൻ്റെ മസാലോറെല്ലാം ഒരു കണക്കിനെ കഴിച്ചോണ്ടേ അവർക്ക് വേണ്ടി. ഇതൊന്നും കഴിക്കാത്തൊരു പിന്നെ. അപ്പോൾ ഈ ഗ്യാസ് നോക്കി എൻ്റെ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായി, ഗ്യാസ് കത്തുന്നില്ല. ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും പറഞ്ഞു തരുമെന്ന്. കുറേ ആൾ മസാല കമൻ്റ് ആക്കിനായി അങ്ങനെ ഇങ്ങനെയല്ലേ കുറേ ഐഡിയ പറഞ്ഞിന്. ഇപ്പം നല്ല വാങ്ങല കത്തുന്നുണ്ട്. പിന്നെ ഇതൊരു സൈക്കോ പോലത്തെ ഗ്യാസ് തന്നെ അറിഞ്ഞാൽ എപ്പോഴും നേരെ നിന്നിട്ടില്ല. എപ്പോഴെങ്കിലും ഇതിന് മെൻസാകുമ്പോൾ ഓരോരു കത്തൽ. അതിൽ നമ്മൾ ഈ എണ്ണൻ്റെ എല്ലാം ഓർഡർ ഉണ്ടാകുമ്പോൾ ഇല്ലേ അതിൽക്ക് ഓയിലെല്ലാം അതിൻ്റെ ഉള്ളിലൊക്കെ തൂയിട്ടില്ലേ പുക വരുന്നത്, ഗ്യാസിൻ്റെ ഉള്ളിൽ നിന്ന് കരി വരുന്നത്, എന്തെല്ലോ ആണ്. കുറേ ആൾ കുറേ ടിപ്പ് പറഞ്ഞിന്. അടുപ്പിലേക്ക് ഇട്ടിട്ട് കത്തിക്കണോ, വലിയൊരു തീ ഇട്ടിട്ട് അങ്ങനെ കത്തിയിട്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഓയിലെല്ലാം പോകുന്നതെന്ന് വെച്ചിട്ട് കുറേ ആൾ പറഞ്ഞിട്ട്. പിന്നെ ഷാമ്പ്, സോപ്പ്, പിന്നെ ചെറുപ്പുളി, വിനാഗിരി, ചെറുക്ക അങ്ങനത്തെ എന്തെല്ലാം കൂട്ടിയിട്ട് അപകാരമല്ലേ അതെല്ലാം കൂട്ടിയിട്ട് ഒരു വിമ്മാമറ്റ് ഇട്ടിട്ടൊക്കെ അതിലേക്ക് മിക്സ് ആക്കിയിട്ട് വെച്ചെങ്കിൽ അതും പോകുന്നിട്ട് കുറേ ടിപ്സ് ഉണ്ട് അതിന്. അതെല്ലാം ഞാൻ ട്രൈ ആക്കി 2-3 ട്രൈ ആക്കിയിട്ട് നമുക്കില്ലേ നേരെ കത്തി എറിഞ്ഞാൽ. അപ്പോൾ ഇതെന്ത് കഥ എന്നറിയോ, നമ്മൾ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നതല്ലേ ഇഫന്നല്ലേ ഇഫ ചിക്കന്. അപ്പോൾ ഞമ്മക്ക് ഒന്ന് ട്രൈ ആക്കി നോക്കാം. അപ്പോൾ ഇത് ഒരേ ദിവസം എടുത്ത വീഡിയോ അല്ല, ഇങ്ങനെ ഇടയ്ക്ക് എടുത്തിട്ട് ഞാൻ വെച്ചതാണ്. അപ്പോൾ ഈ ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന് ഓർഡർ ഉണ്ടായി. അങ്ങനെ ഓർഡറെല്ലാം റെഡി ആക്കിയിട്ട് വെച്ചിട്ട് ഇപ്പോൾ വരുന്നതെന്നില്ലേ. അങ്ങനെ പുഡിങ്ങിനെല്ലാം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് മാറ്റിയിട്ട് പുറത്ത് വെച്ചിന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫോട്ടോസും വീഡിയോസെല്ലാം എടുക്കുമ്പോൾ ഇപ്പോൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഫ്രിഡ്ജിൽ വെയിലോട്ട് വെച്ചിട്ടില്ല, അവർ വന്നിട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ അപ്പോൾ ചിക്കൻ നല്ല പാങ്ങല കയറ്റെടുത്ത് ഇതിൻ്റെ ബ്രസ്റ്റ് പീസില്ല ഞാൻ വേറെ മാറ്റി വെച്ചിന് ഒരു ചൈനീസ് റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾക്കിപ്പോൾ ചൈനീസോട് ഭയങ്കര ഇഷ്ടം വന്നിന്, എന്തെന്ന് അറിയുന്നില്ല. ഓരോന്നോരോന്ന് ഇങ്ങനെ ട്രൈ ആക്കിയിട്ട് നോക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം വേറൊരു വീഡിയോയിൽ. കാണിച്ചു തരാൻ ഓർമ്മയില്ല, ഇല്ലാന്ന് തോന്നുന്നു. ഇൻസ്റ്റയിലിട്ടിന്, യൂട്യൂബിലിട്ടില്ല, നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. ഞാൻ എന്തെല്ലാം ചെയ്യുന്നുണ്ട് അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ആരോ ചോദിക്കുന്നുണ്ടായി ഞാൻ ഈ വിഷയം പറയുന്നതിൻ്റെ ഇടയിലേ നിങ്ങൾ കിടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നോക്കുക, എല്ലാ റെസിപ്പി പറഞ്ഞു കൊടുത്തങ്ങ് പോറും ചെയ്യല്ലേ, പിന്നെ എനിക്ക് ഓർഡർ ഇടുന്ന് കിട്ടുന്നതെന്നെല്ലാം ചോദിക്കുന്നുണ്ടായി. അങ്ങനത്തെ ഒരു പേടിയേ ഇല്ല നമുക്ക്. മാഷാള്ള നമുക്ക് കിട്ടാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയും കിട്ടുമല്ലോ. അത് ആരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടോ ആരും കച്ചവടം തുടങ്ങിയിട്ടോ എന്തായാലും അത് പോകാൻ പോകുന്നില്ല. മാഷാള്ള ഇപ്പം അങ്ങനെ പോകുന്നെങ്കിൽ എത്ര റെസ്റ്റോറൻറ്റ് നല്ല വേറെ വെറൈറ്റി ഫുഡുള്ള എന്നിട്ട് നമ്മളെ തേടിക്കൊണ്ടില്ലേ. നമ്മൾ ഈ ചുറ്റുഭാഗത്ത് മാത്രമല്ല അങ്ങ് തെക്കോടുന്ന് വരെ നമുക്ക്
നമ്മളെ കസ്റ്റമർ ഉണ്ട്. വിരുന്നിന് ഞാനൊരു തെക്കോട്ടേക്ക് ഒരു വിരുന്നിൻ്റെ ഒരു സാധനം കൊടുത്തച്ചിന് ഈടുന്ന് അവിടെ ആരുമില്ല റിഷയിൽ കൊടുത്തയച്ചത്. അത് റിഷയ്ക്ക് തന്നെ നല്ല വാടക അതിന്. അതെന്ത് അവിടെ തെക്കോടും മംഗ്ലൂറും ആടെ ഇവിടെ എത്ര ഹോട്ടലുണ്ട്. പക്ഷെ നമ്മളോടുള്ള ഒരു ഇഷ്ടത്തിൽ നമ്മൾ നാടൻ ഫുഡ് തന്നെ ഹോം മെയ്ഡ് ഫുഡ് തന്നെ വേണമെന്നല്ല അങ്ങനെ കഴിക്കുന്നവർ മേങ്ങുന്നവരല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടാൻ വിധിയുണ്ടെങ്കിൽ എങ്ങനെയും കിട്ടും. ആർക്കും ഒരു റെസിപ്പി പറഞ്ഞു കൊടുത്തോണ്ടൊന്നും നമ്മൾ ഓർഡർ പോകല. മാഷാ അല്ലാഹ് നമുക്ക് എന്തെങ്കിലും ഒരു ഇത്തിരി അറിവുണ്ടെങ്കിൽ അത് പകർന്നു കൊടുക്കുമ്പോഴല്ലേ അതിനൊരു ബർക്കത്തും നിയമത്തും അല്ലല്ലേ. അപ്പോൾ എന്തെങ്കിലും അറിയുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ചിക്കൻ ഇട്ട ഐറ്റം എല്ലാം മനസ്സിലായില്ലേ. നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കുന്നില്ലേ അതുമാതിരി തന്നെ അതിലേക്ക് ലാസ്റ്റ് ഉള്ളത് നമ്മൾ ആ ഒരു ഇതില്ലേ ക്രീം, അതാണ് ഹൈലൈറ്റ്. അപ്പോൾ അറിയാത്തവർക്കുണ്ട് ഞാൻ സ്പീഡിൽ പറയാം. എന്താ പറയുക, ചിക്കൻ നല്ല വരിഞ്ഞു കൊടുത്തതിന് ശേഷം ഉപ്പിടാം. എന്നിട്ട് ഒരു ഇത്തിരി തൈര് ഇട്ട് കൊടുക്കുക. തൈരിട്ടിട്ടായിട്ട് നമ്മളെ മുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു കുറച്ച് സുർക്ക, പിന്നെ കുരുമുളക് പൊടി എല്ലാം ഇട്ടിട്ടില്ലേ ലാസ്റ്റ് കുറച്ച് ഓയിലും കൂട്ടിയിട്ട് നല്ല പാങ്ങല മിക്സാക്കി കൊടുക്കുക. ഈ ടൈമിൽ നമ്മൾ ഉപ്പ് പുളി എരിവെല്ലാം ചെക്കാക്കണോ. തേഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒരു തിരി തൈര് ചെറുപുളി എല്ലാം ഇട്ടിട്ട് നല്ല പാങ്ങല നല്ല എരിവും പുളി പോലെ ആക്കി കൊടുക്കുക. അതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ചോ. എനിക്ക് പിന്നെ റെസ്റ്റ് ചെയ്യാനൊന്നും ടൈമില്ല. ഞാൻ എന്താക്കുക കുറച്ച് എരിവും പുളിയെല്ലാം കുറച്ച് കൂടുതൽ തന്നെ ഇടും. എന്നിട്ട് അപ്പളക്കപ്പാക്കലാന്ന്. നമുക്ക് ഈ വെച്ചിട്ട് റെസ്റ്റ് ചെയ്തിട്ടാക്കുന്ന ആ ഒരു പരിപാടിയേ ഇല്ല. നിരീക്കുമ്പോൾ ആക്കണോ അപ്പന്നെ കഴിക്കണം. അതാണ് നമ്മളൊരു ഇത്. അങ്ങനെ ഫുള്ളൊന്ന് തിരിച്ചിട്ടും മറിച്ചിട്ടും കുണിച്ചിട്ടും അരിച്ചിട്ടെല്ലാം ഇട്ടിട്ട് അതിന് ശേഷം ഇല്ലേ അതിനെ നല്ല ഒരു കാഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് ഇതിനുള്ള സോസ് റെഡിയാക്കാം. ക്രീം അതിനെ വേവിച്ചിട്ടെടുത്ത 2 മുട്ട ഇട്ടിന് കാമ്പ് വേണ്ട, അപ്പോൾ കളർ ചേഞ്ച് ആവും. അപ്പോൾ നമ്മൾ വൈറ്റ് മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചീസ് ഇട്ട് കൊടുക്കുക. ചീസ് സ്ലൈസ് അല്ല, ഞാൻ മൊസറല്ല ചീസാന്ന് എടുത്തിന്. അത് 2 പ്രശ്നമില്ല. പിന്നെ ക്രീമില്ലേ ഫ്രഷ് ക്രീം അത് ഫുള്ളായിട്ട് എടുത്തിന്. അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പടോ മിസ്സായവ ഒരിത്തിരി ഓയിൽ ഒഴിച്ചിട്ട് ഒരിത്തിരി ഉപ്പ് ഇട്ടിട്ടായിട്ട് നല്ല പാങ്ങല മിക്സിയിൽ അടിച്ചെടുക്കാം. ഇപ്പം ഇങ്ങനെ കൂട്ടുമ്പോൾ ഇല്ലേ ഒരു കുറച്ച് വെള്ളം പോലെ ഇല്ലേ അത് പ്രശ്നമേ കണ്ട നിങ്ങൾ. ഇത് നമ്മൾ കൂട്ടിയിട്ടില്ല ഒരു 2 മിനിറ്റ് ഗ്യാസ് സ്ലിമ്മിൽ തന്നെ വെക്കണോ. സ്ലിമ്മിൽ തന്നെ വെച്ചിട്ട് കൂട്ടേണ്ടതാണ്. തീ ഓഫാക്കണ്ട. 2 മിനിറ്റ് ചൂടെല്ലാത്തേക്ക് എത്തിയതിന് ശേഷം ഓഫാക്കേണ്ടതാണ്. അപ്പോൾ ഈ ക്രീം നല്ല തിക്കാന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാൻ നിൽക്കാം. തിക്കായിട്ടാകുമ്പോഴേക്കില്ല എന്തോ ഒരു ടേസ്റ്റ്. ബാക്കിയെല്ലാം നമ്മൾ ഫ്രൈ ആക്കും മാതിരി തന്നെയല്ലേ. പക്ഷേ ഇത് ശാലോ ഫ്രൈ നല്ല ഇങ്ങനെ എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കുന്നതല്ല, തിരിച്ചിട്ടും മറിച്ചിട്ട് അങ്ങനെ എടുക്കുന്നതല്ല. കുറച്ച് എണ്ണ കൂട്ടിയിട്ട് പിന്നെ ഈ ക്രീമാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. എല്ലാം റെഡി ആയിട്ട് ഈ ക്രീം കൂട്ടിയിട്ടാകുമ്പോൾ ഇതിൻ്റെ ഒരു ലെവലേ ചേഞ്ചാണ്. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കാം. ഇത് ഇങ്ങനെ ഇടയിൽ ഒരു ട്രെൻഡ് വരുമ്പോൾ ഇല്ല ഇങ്ങനത്തെ എല്ലാം റെസിപ്പി നമ്മൾ ട്രൈ ആക്കി നമ്മളെ മക്കൾക്കെല്ലാം കൊടുക്കുമ്പോൾ ഒരു മനസുഖം അങ്ങനെ. അപ്പോൾ ഈ ക്രീം നമ്മൾ ഫ്രിഡ്ജിൽ റെഡി ഉണ്ടെങ്കിൽ എന്തെളുപ്പം അറിയും ഇത് ഉണ്ടാക്കാൻ. ക്രീമിനാന്ന് കുറച്ച് ഫ്രഷ് ക്രീമെല്ലാം ഇപ്പം എല്ലാവരുടെ അടുത്തും ഉണ്ടാകണമെന്നില്ലല്ലോ. നിങ്ങൾ എന്താക്കണം ഒരിക്കൽ ഒന്ന് കൊടുത്തിട്ടില്ലേ ഫുള്ളായിട്ട് ഉണ്ടാക്ക് ക്രീം. എന്നിട്ടായിട്ട് ബാക്കിയുള്ളതിനെ ഒരു ടിന്നിലിട്ട് ഫ്രിഡ്ജിലേക്ക് 2-3 വട്ടം ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഒന്നാകെ കൂട്ടണമെന്നില്ല. ഞാൻ ഇപ്പോൾ ഫുള്ള് കൂട്ടിയിട്ടാണ് ഒന്നാകെ ക്രീം ഫുള്ളടിച്ചിട്ട് അതിന് ശേഷമില്ലേ ഒരു ഫ്രഷ് ക്രീം ഫുള്ളടിച്ചിന്. ഫ്രഷ് ക്രീം പൊട്ടിച്ചിട്ട് വെക്കുമ്പോൾ അത് പൊട്ടാന്നില്ലേ വേഗം. ഫുൾ തന്നെ പൊട്ടിക്കുക, തേച്ച് യൂസ് ആക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നമുക്ക് ക്രീം റെഡി ആക്കിയിട്ട് അതിന് ശേഷം നമുക്ക് ഇപ്പം ചിക്കൻ ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ ഇപ്പം ഉണ്ടാക്കിയിട്ട് ക്രീം മുകളിലേക്ക് ഒഴിച്ചാൽ മതിയില്ലേ. ഇനി തന്നെ പല വെറൈറ്റിയിലും നമുക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ക്രീം വൈറ്റ് അല്ലേ നമ്മളിപ്പോൾ അൽഫാം പോലെ ആക്കണം. ചിക്കന് റെഡ് കളർ ആക്കാണ്ട് ഒരു ഗോൾഡൻ കളർ പോലെ അല്ലാന്നില്ലേ അങ്ങനെ ആക്കിയിട്ടായിട്ടില്ലേ ഈ ക്രീമിലേക്ക് ക്രീം ഇടുമ്പോൾ കയ്യിലേക്ക് ഒരു ഇത്തിരി മല്ലിച്ചപ്പൊട്ട് ചേർക്കണം. എന്നിട്ട് ഒരു പച്ചമുളക് മിക്സ് ആക്കണം അതിൽ കരക്കുമ്പോൾ തന്നെ. അപ്പോൾ ഒരു ക്രീം കളറില്ലേ ക്രീമില്ലേ ഒരു ഗ്രീൻ കളറാവും. അതിൽ കൂട്ടുമ്പോൾ വേറെ തന്നെ ഒരു കളറാണ്. കാണുമ്പോൾ നല്ല മജ ഉണ്ടാവും. നിങ്ങൾ അങ്ങനെ ഒരു ട്രൈ ആക്കിയിട്ട് നോക്കാം. അപ്പോൾ ഞാൻ സജ്ജിക്കാക്കിയിട്ടാകുമ്പോൾ ഉപ്പുമാവില്ല നമ്മളെ ആക്കിയിട്ടാകുമ്പോൾ ഓരോ ചോദിക്കും പകുതി കാണിച്ചിട്ടില്ലാന്ന്. അപ്പോൾ അതാ തേച്ചും കാണിക്കുക. എന്തില്ല ഓയിൽ ഒഴിക്കുക, കടുകൂട, കറിവേപ്പിട, ഉള്ളി, തക്കാളി, പച്ചമുളക്, പിന്നെ അതിലേക്ക് എക്സ്ട്രാ ആയിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ വറുത്തതിന് ശേഷം ഇല്ലേ നമ്മൾ ഈ റവയില്ലേ ഒരു 2 കപ്പ് 2.5 കപ്പ് എന്തോ ഞാൻ അടുത്തിന് എത്രയും ഓർമ്മയില്ല. ഇതിങ്ങനെ ഫ്രൈ ആക്കി കൊടുക്കുക. ഈ ഫ്രൈ ആക്കുന്ന ടൈമിൽ നമ്മൾ കെറ്റല്ല ചട്ടിയിലാകുമ്പോൾ ചൂടുവെള്ളം തിളപ്പിക്കണോ. എന്നിട്ട് കുറച്ചൊരു 2 മിനിറ്റിനെ ഫ്രൈ ആക്കിയിട്ട് അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടില്ലേ നല്ല തിളച്ച ചൂടുവെള്ളം
ഇതിലേക്ക് കൂട്ടി കൊടുത്താൽ മതി. എന്നിട്ടായിട്ട് ജസ്റ്റ് ചെറിയ സിമ്മിൽ വെച്ചിട്ട് ഒന്ന് തിരിച്ചിട്ടും മറിച്ചിട്ടും മിക്സ് ആക്കിയിട്ട് എടുക്കുമ്പോൾ നല്ല അടിപൊളി ഉപ്പുമാവ് റെഡി. നമ്മളെ കാസർഗോഡ് സജ്ജിക റെഡി. റെഡി ആയിട്ടാകുമ്പോൾ ചൂടോടെ കഴിക്കണം. നല്ല ടേസ്റ്റാണ് ചൂടോടെ കഴിക്കാൻ. ആ ചൂടാറിയതിനേക്കാളും അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്കവേ. അധികം ആൾക്കാർ ഉണ്ടാകാൻ തന്നെ ഉണ്ടാക്കുന്ന, പക്ഷേ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട. പുതിയതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണവേ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ലൈക്കും കമൻറ്റും മസ്റ്റാണ്. വീഡിയോ നോക്കുമ്പോൾ തന്നെ എന്താക്കണം അറിയോ, ഫസ്റ്റ് ഒരു ലൈക്ക് ഇടണം. ഓക്കെ, നോക്കിയിട്ടെല്ലാമായിട്ട് തീർന്നതിന് ശേഷം കമൻറ്റ് ഇടണം. ഓക്കെ, അപ്പോൾ നിങ്ങളെ കമൻറ്റിനെല്ലാം റിപ്ലൈ എല്ലാം ആക്കിയിട്ട് നമ്മൾ നിറച്ച് കമൻറ്റ് ലൈക്കെല്ലാം കാണുമ്പോൾ ഒരു മജല്ലേ അങ്ങനെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ലൈക്കും കമൻറ്റും മറക്കണ്ട. അപ്പോൾ അതാ ചൂട് സജ്ജിക ഞാനും മക്കളെല്ലാം കഴിക്കുന്നുണ്ട്. ഈ സജ്ജിക എന്നിട്ട് നമ്മളെ വായിൽ തന്നെയാണ് വരുന്ന ഉപ്പുമാവ്. അറിയാത്തവരോട് പറഞ്ഞത്. അങ്ങനെ ഞമ്മ സജ്ജി കഴിക്കുമ്പോൾ ഒരാൾക്ക് ചൂട് എന്ത് ചെന്ന പപ്പടം വേണമല്ലേ, ഒരു ഇത്തിരി എണ്ണ എടുത്തിട്ടില്ലേ പപ്പടത്തിന് പീസാക്കി ഞാൻ ഇട്ട് കൊടുത്ത്. എല്ലാം കുറേ എണ്ണ വേസ്റ്റ് ആക്കണ്ടേ. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.